സ്ത്രീകളെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന ഒരു സെക്ഷൽ ആക്ടിവിറ്റിയാണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത്. എന്നാൽ അത് നിങ്ങൾ വേണ്ട രീതിയിൽ സുരക്ഷിതമായി ചെയ്തില്ലെങ്കിൽ അതുവഴി പല ലൈംഗിക രോഗങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഓറൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ലൈംഗിക രോഗങ്ങളെ പറ്റിയും അത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നതിനെ പറ്റിയുമാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ പ്രോബ്ലംസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഇതിൽ അവസാനം സംസാരിക്കാൻ പോകുന്ന ആ ഡെന്റൽ ഡാംസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു സെക്ഷൻ നിങ്ങളുടെ ലൈംഗിക ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് വളരെ നോർമൽ ആയിട്ട് മാറിയ ഒരു സെക്ഷൽ ആക്ടിവിറ്റിയാണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പങ്കാളിയുടെ ജനനേന്ദ്രിയം വാ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൽ ആക്ടിവിറ്റി. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പോണോഗ്രഫിയുടെ ഒരു റീച്ചും പോപ്പുലാരിറ്റിയുമാണ്. ഇന്ന് തലസ്ഥാന നഗരിയായ ഡൽഹി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും അത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും പോൺ കാണുന്നതിന് വേണ്ടിയാണ്. മലയാളികളും ഇക്കാര്യത്തിൽ ഒട്ടും വ്യത്യാസമല്ല. ഇന്ന് പോണോഗ്രഫിയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത് ഓറൽ സെക്സ് ആണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഓറൽ സെക്സ് പോൺ കാരണമാണ് ആളുകൾ ചെയ്തു തുടങ്ങി എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഈ ഓറൽ സെക്സ് ഉൾപ്പെടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ലൈംഗിക കേളികളും നിങ്ങൾക്ക് ഇന്ത്യയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലെ വാസ്തുശില്പങ്ങളിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ 4-ാം നൂറ്റാണ്ടിൽ വത്സായന മഹർഷി സമാഹരിച്ച കാമസൂത്ര എന്ന ഗ്രന്ഥത്തിലും ഓറൽ സെക്സിനെ പറ്റി വളരെയധികം പരാമർശങ്ങളുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ ഓറൽ സെക്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈംഗിക കേളികളിലോ അവരുടെ പരസ്പര സമ്മതത്തോടുകൂടെ ചെയ്യുന്നത് ഒരു വൈകൃതമോ തെറ്റോ ഒന്നുമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ ഓറൽ സെക്സ് എന്ന് പറയുന്നത് സെക്സ് തന്നെയാണോ? പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു സംശയമാണിത്. ഒരു സ്ത്രീക്ക് ഓറൽ സെക്സിലൂടെ മാത്രം ഗർഭിണിയാകാൻ സാധിക്കുകയില്ല. കാരണം ഗർഭിണിയാകണമെന്നുണ്ടെങ്കിൽ ഒരു പുരുഷന്റെ സ്പേംസ് ഒരു സ്ത്രീയുടെ യോനിയിൽ പ്രവേശിക്കണം. ഓറൽ സെക്സിന് ഈ ഒരു സാധ്യതയില്ല. പക്ഷേ സുരക്ഷിതമല്ലാത്ത ഒരു ഓറൽ സെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ അതുവഴി പല ലൈംഗിക രോഗങ്ങളും, അതായത് ഹെർപ്പിസ്, HPV, ഗൊണേറിയ, സിഫിലിസ്, ക്ലമീഡിയ മുതലായ ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ HPV എന്ന് പറയുന്നതാണ് ഓറൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വൈറസ്. പലപ്പോഴും സംഭവിക്കുന്നത് ഓറൽ സെക്സിലൂടെ ഒരു പ്രഗ്നൻസിക്കുള്ള ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും ഈ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാറില്ല. അത് പിന്നീട് പല രോഗങ്ങളിലേക്കും നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഓറൽ സെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഒരു പെനിട്രേറ്റീവ് സെക്സിൽ ഏർപ്പെടുമ്പോൾ സ്വീകരിക്കുന്ന ആ ഒരു സുരക്ഷാ മാർഗങ്ങൾ, അതായത് കോണ്ടം ഉപയോഗിക്കുന്ന പോലെയുള്ള സുരക്ഷാ മാർഗങ്ങൾ ഓറൽ സെക്സിലും തീർച്ചയായിട്ടും സ്വീകരിച്ചിരിക്കണം. ഇന്ന് ഓറൽ സെക്സ് സുരക്ഷിതമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി മാർക്കറ്റിൽ പല തരത്തിലുള്ള ഫ്ലേവേർഡ് കോണ്ടംസ്, അതായത് ചോക്ലേറ്റ്, സ്ട്രോബെറി, പിസ്റ്റ എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള ഫ്ലേവേർഡ് കോണ്ടംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ പങ്കാളിയുടെ, അതായത് സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ആ ഒരു ജെനറ്റൽ ഏരിയ വൃത്തിയായിട്ടാണോ ഇരിക്കുന്നതുള്ളതും കൂടെ നോക്കേണ്ടത് ആവശ്യമാണ്. അവിടെ എന്തെങ്കിലും മുറിവോ വ്രണമോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഓറൽ സെക്സ് ചെയ്യുന്നത് കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യേണ്ടതുമാണ്. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിലുള്ള സുരക്ഷ ഉപയോഗിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ലിംഗമാണെങ്കിൽ കോണ്ടംസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ യോനി അല്ലെങ്കിൽ ഏനൽ ഏരിയ ആണെങ്കിൽ ഡെന്റൽ ഡാംസ് ഉപയോഗിക്കുക. ഇനി ഈ ഡെന്റൽ ഡാംസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കോണ്ടംസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണത്. ഇനി നമുക്ക് ഡെന്റൽ ഡാംസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് ഒരു കോണ്ടവും കത്രികയുമാണ്. ആ കോണ്ടം കൈകൊണ്ട് പൊട്ടിക്കുന്നതിന് മുൻപ് ആ പാക്കറ്റ് എയർ ടൈറ്റ് ആണോ എന്നും അതിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്നും നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ കോണ്ടത്തിലെ എക്സ്പയറി ഡേറ്റും നോക്കേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം ആ പാക്കറ്റ് പൊട്ടിച്ച് കോണ്ടം പൂർണ്ണമായിട്ടും നിവർത്തിയെടുക്കുക. കാരണം നിവർത്തിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഡെന്റൽ ഡാം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇനി ചെയ്യേണ്ടത് ആ കോണ്ടത്തിൻ്റെ രണ്ടറ്റവും കത്രിക കൊണ്ട് മുറിക്കുകയാണ്. അതിനുശേഷം ആ കോണ്ടം പൂർണ്ണമായിട്ടും വിടർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കത്രിക ഉപയോഗിച്ച് നടുക്കുകൂടെ കട്ട് ചെയ്തെടുക്കുക. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ആ കോണ്ടത്തിൽ കിഴുത്ത വരാതെ ശ്രദ്ധിക്കുക. ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു കോണ്ടത്തിൻ്റെ പാച്ച് നിങ്ങൾക്ക് യോനിയിലോ ഏനൽ ഏരിയയിലോ ഒക്കെ സെക്സിന് മുൻപായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം ശക്തി ഉപയോഗിച്ച് വലിക്കാതിരിക്കാൻ നോക്കുകയാണ്. കാരണം പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ ആ ഡെന്റൽ ഡാമിൻ്റെ ഏത് വശമാണ് ഓറൽ സെക്സിനായിട്ട് ഉപയോഗിക്കുന്നതെന്നും ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ മറന്നു പോയെങ്കിൽ തന്നെ പുതിയൊരു ഡെന്റൽ ഡാം ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ടും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ഈ ഓറൽ സെക്സ് എന്ന് പറയുന്നത് മറ്റെല്ലാ പാർട്ട്ണർ സെക്ഷൽ ആക്ടിവിറ്റി മാതിരി വേണ്ട രീതിയിലുള്ള സുരക്ഷാ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അല്ലെങ്കിൽ അത് ഭാവിയിൽ നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് ഓറൽ സെക്സിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ VVox.